വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരാളാണ് പൃഥ്വിരാജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വി അങ്ങോട്ട് വരാൻ യോഗ്യനാണ്. അതിനുശേഷമാണ് ഈ കോമഡി ഷോകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. നിങ്ങളെ തള്ളി മാറ്റുന്ന നാലാം തൂണ് പിടിച്ച് കുലുക്കേണ്ടതല്ല, അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ നിങ്ങളോട് ഞാൻ തട്ടി പറഞ്ഞിട്ടോ ഇതൊരു 235 പേജിൻ്റെ പരിപാടിയല്ലേ എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെയുള്ള AMMയുടെ വെള്ളവും തെളിയും, അവിടെ പുതിയ നേതൃത്വം വരും. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും വ്യാജ സാക്ഷിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക, അതിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സത്യമേതാ കള്ളമേതാന്ന് അറിയാത്ത രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇനി അതൊക്കെ അന്വേഷിക്കേണ്ട പോലീസാണല്ലോ. നല്ലതാണോ ശരിയാണോ വ്യാജമാണോ ഒറിജിനലാണോ എന്നൊക്കെയുള്ള കാര്യം പോലീസാണ് അന്വേഷിക്കേണ്ടത്. ഗവൺമെൻറ് വളരെ കൃത്യമായിട്ടൊരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യും. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഓഫീസേഴ്സാണ് ആ ടീമിലുള്ളത്. അവർ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വാസം. പക്ഷേ മുന്നേ നടന്ന കേസുകൾക്കൊന്നും ഇതുവരെ അന്ത്യം ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ നാട്ടിൽ നടന്ന ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെട്ടൊരു നാടല്ലേ ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ഓഫീസേഴ്സാണ് അതിന് പിന്നിലുള്ളത്. എന്തായാലും അതിനൊരു നല്ല ഫലമുണ്ടാവും, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ വിശ്വാസം. കൂട്ടരാജി ശരിയായെന്ന് തോന്നുന്നുണ്ടോ? അത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാനില്ല. അത് അവരുടെ തീരുമാനം, ഇൻ്റേണലായ തീരുമാനമാണ്. അത് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അതായത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എന്നുള്ള ഒളിച്ചോട്ടമല്ലേ? അല്ല, അങ്ങനെ ഒളിച്ചോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം അവരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായി എന്ന്, നേരം വൈകിട്ടാണെങ്കിലും തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനിയിപ്പം കലങ്ങിയ തെളിയാത്ത വെള്ളമുണ്ടോ? അപ്പോൾ അതുപോലെ അവിടെയുള്ള AMMയുടെ വെള്ളവും തെളിയും, അവിടെ പുതിയ നേതൃത്വം വരും. ആ നേതൃത്വത്തിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും അതൊരു നല്ല സംഭവം അവിടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ രാജി വളരെ നല്ല കാര്യമാണ്. അവർ നേരം വൈകിയാലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചില്ലറായിട്ട് വെറുതെ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. അത് നേതൃസ്ഥാനത്തേക്ക് യുവതലമുറ വരുന്നതിൽ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് നിലപാടുള്ള പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. വരണോ വരണ്ടേന്നുള്ള അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ യുവതലമുറയിലും അല്ലാത്ത തലമുറയിലൊക്കെ പെട്ടതിൽ നിന്ന് വളരെ കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരാളാണ് പൃഥ്വിരാജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വി അങ്ങോട്ട് വരാൻ യോഗ്യനാണ്. പലരും ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ താരരാജാക്കന്മാരായ മമ്മൂക്കും ലാലേട്ടനൊന്നും അതിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇത്രയും നല്ലൊരു വലിയ സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അവർക്ക് ഇതിലൊരു അഭിപ്രായം പോലും പറയാൻ അവർ വരുന്നില്ല, അല്ലെങ്കിൽ എവിടെ രേഖപ്പെടുത്തുന്നില്ല? അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർക്കത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്, അത് ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് അറിയില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും കുറച്ച് ലേറ്റായിട്ട് പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മലയാള ചരിത്രത്തിൽ ഒരു തുടച്ചു നീക്കമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകിയത് WCC എന്ന് പറഞ്ഞ നട്ടലുള്ള പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് അതിന് തുടക്കം കുറിച്ചത്. അതിന് അതുപോലെ നിങ്ങളടക്കമുള്ള ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളായ മാധ്യമങ്ങൾക്കും വലിയ നല്ല രീതിയിലുള്ള പങ്കുണ്ട്. നിങ്ങളെ തട്ടിമാറ്റപ്പെടേണ്ടവരല്ല നിങ്ങൾ എന്ന് നിങ്ങൾ വീണ്ടും ശക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ തള്ളിമാറ്റുന്ന 4 തൂണ് പിടിച്ച് കുലുക്കേണ്ടതല്ല, അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല. നിങ്ങളെങ്ങനെ കാണുമ്പോൾ ഈ കാണുന്ന 4, 5, 6 മുഖങ്ങൾ ആളോടല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധ്യം സംസാരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് വലിയ ജനക്കൂട്ടത്തോടാണ്, അതിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ നിങ്ങളോട് ഞാൻ തട്ടി പറഞ്ഞിട്ടോ ഇതൊരു 235 പേജിൻ്റെ പരിപാടിയല്ലേ എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനെ ശക്തമായിട്ട് നേരിട്ട് അഭിമുഖീകരിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ള ട്രെയിനിങ് ആണ്. ഇനിയിപ്പം AMMയുടെ പുതിയ നേതൃത്വമൊക്കെ അവിടെയുള്ള കുട്ടികൾക്കുള്ള മീൻസ് അവിടെയുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ബന്ധപ്പെടേണ്ടത്, അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആണ് ആദ്യം നടത്തേണ്ടത്. അതിനുശേഷമാണ് ഈ കോമഡി ഷോകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഒരു പദവിയിൽ എടുക്കുന്ന ആളുടെ പേരിൽ ആരോപണം വന്നാൽ സാധാരണ ചെയ്യേണ്ടത് ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. എന്നിട്ട് ആരോപണം സത്യമാവണ വരെ അത് കൂടെ നിൽക്കണം എന്നാണ്. പക്ഷേ മുകേഷ് സാർ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല, മാറാൻ തയ്യാറല്ല അദ്ദേഹം. വീണ്ടും ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കള്ള രീതിയിലാണ് ന്യൂസ് ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ഇതുപോലെ കുറേ ആൾക്കാർ വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ
പ്രതികരണം, അതിനോട് എന്താ പറയാനുള്ളത്? പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. മുകേഷ് മാറിയിട്ടില്ലെങ്കിലും മുകേഷിനെ അതിലേക്ക് അപ്പോയിൻ്റ് ചെയ്തൊരു പാർട്ടി എന്നൊരു സംവിധാനമുണ്ട്. അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല. അതിനകത്തൊരു സംവിധാനമുണ്ട്. അത് ഞാനൊക്കെ മനസ്സിലാക്കിയൊരു പാർട്ടി കൃത്യമായി നടപടിയെടുക്കും. പ്രത്യേകിച്ച് നമ്മളൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറയാറുണ്ടെങ്കിലും പിണറായി എന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാകും. കൃത്യമായ നിലപാട് പിണറായി സഖാവ് എടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിൽ പ്രതീക്ഷയുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ നടപടി ഉടനെ തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ തന്നെ രാജി ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. രാജിവെക്കണമല്ലോ. കാരണം 99ഓളം സീറ്റ് ഉണ്ടല്ലോ. അതിൽ സീറ്റ് പോയാൽ തന്നെ എന്താ, ഇനിയും സുഖമായിട്ട് ഭരിക്കാമല്ലോ 2 കൊല്ലമൊക്കെ. അതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഭരണത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ല നിലപാട് എടുക്കണം. സമൂഹത്തിനൊരു മാതൃകയാവണം. കാരണം പ്രതീക്ഷയോട് കൂടിയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടും കൂടിയാണ് അത് പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും. ഇത്തരം ഒരു പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു റെയിൽവേ അപകടം നടന്നപ്പം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അത്രയും സംസ്കാരമുള്ളൊരു നാടാണ് നമ്മളുടെ. വേണമെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വേണമെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് ചോദിക്കാം, അദ്ദേഹമാണോ ട്രെയിൻ ഉന്തി തള്ളിയിട്ടത്? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അതാണ് അത്രയും ധാർമ്മികതയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തുടർച്ചകളാണ് നമ്മളൊക്കെ. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം അതിനോട് പ്രതികരിക്കും. ഓക്കെ ദെൻ, താങ്ക് യു. ഇപ്പോൾ റിപ്പോർട്ടർമാരുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിപ്പോൾ ആരും പ്രഷർ ചെയ്യുന്നില്ല. വെളിപ്പെടുത്താൻ ആരും പ്രഷർ ചെയ്യുന്നില്ല. അത് എന്തിൻ്റെ നീക്കമായിട്ടാണ് കരുതുന്നത്? ഇത്രയും ആൾക്കാരുടെ പേര് എന്താണ് സ്വയം വന്നിട്ട് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അതല്ല, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. അത് നമുക്കറിയാലോ. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു അധോലോകത്തെക്കുറിച്ചാണ് അവർ ഉന്നയിച്ചത്, ഉദ്ദേശിക്കുന്നത്. ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധോലോകത്തെക്കുറിച്ചാണ്. അത് 15 ആകാം, 150 ആകാം, നമ്പറല്ല ഇവിടെ വിഷയം. അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഏകദേശം ചിത്രം തെളിഞ്ഞ് വന്ന് തുടങ്ങുന്നുണ്ട്. അത് ഇനിയും തെളിയാനുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട്